പന്തീരങ്കാവ് പെൺകുട്ടി ഡൽഹിയിൽ എന്ന് സൂചന. വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് ഡൽഹിയിൽ നിന്നാണെന്ന് സൈബർ സെൽ കണ്ടെത്തി. പാസ്പോർട്ട് ഇല്ലാത്തതിനാൽ രാജ്യം വിട്ടിട്ടില്ല എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അശ്വിൻ പാലാഴി നൽകും കൊച്ചിയിൽ നിന്നും പുതിയ വിവരങ്ങൾ. അശ്വിൻ, പന്തീരങ്കാവിൽ ഉള്ള ദുരൂഹത അത് നീങ്ങി തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പോഴും ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളിൽ എങ്ങനെയാണ് അന്വേഷണ സംഘം ഇടപെടുന്നത്? ഇപ്പോൾ രാജ്യം വിട്ടിട്ടില്ല എന്ന് അന്വേഷണ സംഘം കൃത്യമായി ഉറപ്പിക്കുന്നുണ്ടോ? ഈ ഡൽഹിയിൽ നിന്നാണ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ ഇപ്പോൾ? സജിൻ, ഇന്നാണ് സൈബർ സെല്ലിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 3 വീഡിയോകളാണ് പെൺകുട്ടി സ്വന്തം യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തത്. ഇതിന്റെ ലിങ്ക് അടക്കം പരിശോധിച്ച് IP അഡ്രസ്സ് പരിശോധിച്ചതിലൂടെയാണ് ഡൽഹിയിൽ നിന്നാണ് പെൺകുട്ടി വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു വിവരം ലഭിച്ചത്. പക്ഷേ IP അഡ്രസ് ആയതുകൊണ്ട് തന്നെ കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് വിശദമായ അന്വേഷണം സൈബർ സെൽ അതിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന 3 മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ആയതോടെ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലായിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഏറ്റവും പുതിയ വീഡിയോയുടെ IP അഡ്രസ് വഴി ഡൽഹിയിലാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. അന്വേഷണ സംഘം എന്തായാലും ഡൽഹി പോലീസുമായി സഹകരിച്ചുകൊണ്ടുകൂടി അല്ലെങ്കിൽ നേരിട്ട് ഡൽഹിയിലെത്തിയോ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും. ഒപ്പം ഡൽഹിയിലുള്ള പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുമായുള്ള കണക്ഷനിലേക്കും അന്വേഷണ സംഘം നീങ്ങുന്നുണ്ട്. എന്തായാലും അധികം വൈകാതെ തന്നെ പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുക്കാനാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. ഇപ്പോഴും വടക്കേക്കര പോലീസ് തന്നെയാണ് ഈ മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്നത്. അവർ കൃത്യമായ അന്വേഷണം ഈ സംഭവത്തിൽ നടത്തുന്നുമുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ സൈബർ സെല്ലിന്റെ ഭാഗത്തുനിന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വടക്കേക്കര പോലീസ്. ശരി, അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്നും അപ്ഡേറ്റുകൾ നൽകിയത്.